2023 G20 സബ്മിറ്റിൽ സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് നടന്ന എവിടെയാണെന്നറിയോ? കേരളത്തിലാണ്, കുമരകത്താണ് എന്ന് ഓർത്ത് വയ്ക്കുക. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് G20യുമായി ബന്ധപ്പെട്ട് G20യുടെ ആരംഭവും അതിൻ്റെ വളർച്ചയും അവസാനമായി നടന്ന 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സബ്മിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് G20 2023 കുറച്ച് വേദികളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ് നടന്നത്? കേരളത്തിലാണ്, കുമരകത്താണ് എന്ന് ഓർക്കുക. ഫസ്റ്റ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഉദയ്പൂരാണ്, ഉദയ്പൂർ. അപ്പോൾ ഈ ഷെർപ്പ എന്നുള്ള വേർഡ് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലേ? അപ്പോൾ എന്താണ് ഈ ഷെർപ്പ മീറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ഈ ഷെർപ്പ? G20 ഷെർപ്പ എന്ന് പറയുന്നത് എന്താണ്? സാധാരണയായി ഹിമാലയം കീഴടക്കുന്നതിനായിട്ട് ആളുകൾ സഹായത്തിനായി വിളിക്കുന്ന ഒരു വിഭാഗമാണ്, നേപ്പാളിലുള്ള ഒരു വിഭാഗമാണ് ഷെർപ്പകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ G20യിലെ ഷെർപ്പകൾ? നേപ്പാളിലെ ഷെർപ്പകൾ എന്ന് പറയുന്നത് ഹിമാലയത്തിലേക്ക് പോകുന്നവരെ നയിക്കാനുള്ള ഒരു തലവനാണ്. അതുപോലെ G20 സബ്മിറ്റിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള സംഘത്തെ നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ രാജ്യത്തിൻ്റെ ഷെർപ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്താണ്. അതിനു മുൻപ് പീയൂഷ് ഗോയലായിരുന്നു. എന്നാൽ 2023 ഇന്ത്യയിൽ വെച്ചാണ് G20 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2022 പീയൂഷ് ഗോയലിനെ മാറ്റി അമിതാഭ് കാന്തിനെ നമ്മുടെ ഇന്ത്യയുടെ ഷെർപ്പയായിട്ട് നിയോഗിച്ചു. നമുക്ക് എങ്ങനെ ആലോചിക്കാം? 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ജോലി ഉണ്ടാവും. അമിതമായി ജോലിയുള്ളതുകൊണ്ട് അമിതാഭ് കാന്തിനെയാക്കി എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. അപ്പോൾ സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ്, ഫസ്റ്റ് നടന്നത് ഉദയ്പൂർ. അടുത്ത ചോദ്യം നോക്കാം. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് എവിടെയാണ് വേദി? കുമരകമാണോ, തിരുവനന്തപുരമാണോ, ചെന്നൈ ആണോ, ഗാന്ധിനഗറാണോ? ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പാണ്. ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യമായി നടന്നത് തിരുവനന്തപുരത്താണ്. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് തിരുവനന്തപുരത്തെ കോവളത്താണ് നടന്നത്. ഓർത്തു വയ്ക്കുക, ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നത് തിരുവനന്തപുരം. നമുക്ക് സാധാരണയായിട്ട് ഈ സബ്മിറ്റിൽ ഓരോ മീറ്റിങ്ങിനും 1, 2, 3 ഘട്ടങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ആണ് ഇവിടെ നടന്നത്. അപ്പോൾ ഹെൽത്ത് വർക്കിംഗ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിനഗറാണ്. മിനിസ്റ്റേഴ്സ് ആകുമ്പോൾ ഗാന്ധിനഗർ എന്നോർക്കുക. മന്ത്രിമാരുടെ നടന്നത് ഗാന്ധിനഗറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആലോചിക്കാം? പേരിൽ തന്നെ ഉണ്ടല്ലേ ഗാന്ധി എന്ന് പറയുമ്പോൾ. നമുക്ക് ഓൾറെഡി കുറേ ഗാന്ധിമാരെ അറിയാമല്ലോ, കുറേ മന്ത്രിമാരായ കുറേ ഗാന്ധിമാരെ ചരിത്രത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഗാന്ധിനഗർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഗാന്ധിനഗർ എന്ന് ഓർക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ് വേദി ഏതാണ്? എഡ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിൻ്റെ വേദി കുമരകം, തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ. എവിടെയാണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സിനിമകളിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും നേരെ നമ്മൾ വണ്ടി കയറുന്നത് എങ്ങോട്ടാണ്? ചെന്നൈയിലേക്ക്. എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ചെന്നാൽ മതി എന്നോർക്കുക. എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ചെന്നാൽ മതി, ചെന്നൈ. എഡ്യൂക്കേഷൻ ചെന്നൈ എന്നോർക്കുക. അടുത്തത് ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ്. ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയായിരുന്നു വേദി? ഇൻഡോർ, മുംബൈ, റാൻ ഓഫ് കച്ച്, ഗോവ. എവിടെയാണ്? ഇൻഡോറാണ്. ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ്. ഓക്കെ, അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ കൃഷി. ഇൻഡോർ കൃഷിയും ഔട്ട്ഡോർ കൃഷിയും അറിയാലോ. അതിൽ നിന്ന് തന്നെ ഓർത്ത് വയ്ക്കുക, കൃഷി ഇൻഡോർ കൃഷി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് വേദി എവിടെയാണ്? ഇൻഡോർ ആണോ, മുംബൈ ആണോ, റാൻ ഓഫ് കച്ച് ആണോ, ഗോവയാണോ? ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ? ഡെവലപ്മെൻറ്റ് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പുരോഗമിക്കുക എന്ന് പറയുമ്പോൾ മുന്നോട്ട് വരിക അല്ലേ? മുംബൈയിലേക്ക് വരുന്ന, മുന്നോട്ട് വരുന്നതാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മുംബൈ. അടുത്തത് ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഇൻഡോർ, മുംബൈ, റാൻ ഓഫ് കച്ച്, ഗോവ. ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് റാൻ ഓഫ് കച്ചാണ്. ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? റാൻ ഓഫ് കച്ച്. നമ്മൾ എങ്ങനെ ആലോചിക്കാം? നമ്മൾ ടൂർ എന്നൊക്കെ കേട്ടാൽ തന്നെ ഓടിച്ചെല്ലും അല്ലേ? ടൂർ എന്ന് കേട്ടാൽ തന്നെ ഓടിച്ചെല്ലുക. എന്താണ്? റൺ ചെയ്ത്, റാൻ ഓഫ് കച്ച്. ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് വേദി എവിടെയായിരുന്നു? റാൻ ഓഫ് കച്ച് എന്നോർത്ത് വയ്ക്കുക. അടുത്തത് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? എനർജി എന്ന് പറയുമ്പോൾ ഗുവ ഫ്രൂട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഗുവ കഴിക്കണം. വിറ്റാമിൻ സിയുടെയും പ്രോട്ടീൻ്റെയും ഒക്കെ കലവറയായ ഗുവ കഴിച്ചാൽ എനർജി കിട്ടും അല്ലേ? എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഗുവ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് എനർജി
ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നടന്നത് ബാംഗ്ലൂരാണ് അല്ലേ. നമ്മൾ ഈ ഗുവ ഫസ്റ്റ് എങ്ങനെയാണ് വാങ്ങിക്കൊണ്ടുവരിക, ബാഗിലിട്ടാണ് അല്ലേ. അപ്പോൾ ബാംഗ്ലൂർ എന്ന് ഓർക്കുക. ഫസ്റ്റ് എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ. എനർജി മിനിസ്റ്റേഴ്സ് എന്താണ്, എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഗുവ കഴിക്കുക അല്ലേ. അപ്പോൾ എനർജി മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗോവ എന്നും ഓർക്കുക. അടുത്തത് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞത് ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പാണ് ഇൻഡോർ, എന്നാൽ ഇത് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് അല്ലേ, മന്ത്രിമാരുടെ മീറ്റിംഗ് ആണ്. അപ്പോൾ മന്ത്രിമാരുടെ കൃഷി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈ ലെവലിലായിരിക്കും അല്ലേ. അപ്പോൾ ഹൈദരാബാദ്, അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് എന്നോർക്കുക. അടുത്തത് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്, ഇൻഡോർ, ന്യൂഡൽഹി, റാൻ ഓഫ് കച്ച്, ഗോവ. ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയാണ്. എങ്ങനെ ഓർത്ത് വയ്ക്കാം, നമ്മൾ ഈ ഫോറിനിലൊക്കെ പോയി വരുന്ന ആളുകൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരും, പുതിയ സാധനങ്ങൾ കൊണ്ടുവരും അല്ലേ. ന്യൂഡൽഹി, ഫോറിനിൽ പോയ ആൾ പുതിയ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു, ന്യൂഡൽഹി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്ക, റഷ്യ, ചൈന, ബ്രസീൽ. ഇതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ഈ സെഷനിൽ തന്നെ ഇതിൻ്റെ ആൻസർ പറയുന്നുണ്ട്, അതിന് മുൻപായിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. നമുക്കടുത്ത സ്ലൈഡിലേക്ക് പോവാം. G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മന്ത്രിമാരുടെ യോഗം നടന്ന ഇന്ത്യൻ നഗരം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഹെൽത്ത് വർക്കിംഗ് മന്ത്രിമാരുടെ യോഗം നടന്നത് ഗാന്ധിനഗറാണ്. മന്ത്രിമാരുടെ ആവുമ്പോൾ ഗാന്ധിനഗർ എന്നോർത്ത് വയ്ക്കുക. ഫസ്റ്റ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഫസ്റ്റ് ആരോഗ്യ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് G20 ശാക്തീകരണ യോഗം, എംപവർമെൻറ്റ് സമ്മിറ്റ്, രണ്ടാമത് നടന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നതും സെക്കൻഡ് ശാക്തീകരണ എംപവർമെൻറ്റ് സമ്മിറ്റ് നടന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് എന്നോർത്ത് വയ്ക്കുക. അടുത്തത് 2023 G20 വിദേശമന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം നമ്മൾ പറഞ്ഞു. വിദേശത്ത് നിന്ന് വന്നാൽ ന്യൂ സാധനങ്ങൾ കൊണ്ടുവരും, ന്യൂഡൽഹി എന്നോർത്ത് വയ്ക്കുക. അടുത്തത് G20 സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വ്യാപാര നിക്ഷേപ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മുംബൈയാണ്. ആദ്യത്തെ വ്യാപാര നിക്ഷേപം എന്ന് പറയുമ്പോൾ തന്നെ മുംബൈയാണ് നമുക്ക് ഓർമ്മ വരും. സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ ഓർത്ത് വയ്ക്കാം. വ്യാപാര നിക്ഷേപം മുംബൈ. അടുത്തത് G20 സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഇക്കോണമി വർക്കിംഗ് ഗ്രൂപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്ന നഗരം ബാംഗ്ലൂരാണ്. ഡിജിറ്റൽ ഇക്കോണമി എന്ന് പറയുമ്പോൾ നമുക്ക് പൈസയായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഇക്കോണമി എന്ന് പറയുമ്പോൾ പൈസയായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പൈസയൊക്കെ വയ്ക്കുന്നത് എവിടെയാണ്? ബാഗിലാണ് അല്ലേ. ബാംഗ്ലൂർ എന്നോർക്കുക. ഇക്കോണമി ബാംഗ്ലൂർ എന്നോർക്കുക. അടുത്തത് G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി വുമൺ 20 W20യുടെ ആദ്യ യോഗം സംഘടിപ്പിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. വുമൺ 20 സംഘടിപ്പിച്ചത് മഹാരാഷ്ട്ര. വുമൺ 20 എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ആദ്യത്തെ ഒരു യോഗം സംഘടിപ്പിക്കാൻ ഒരുപാട് സ്ഥലം വേണം എന്നാലോചിക്കുക. മഹാരാഷ്ട്രം വേണം എന്നാലോചിക്കുക. വുമൺ 20 മഹാരാഷ്ട്ര. അടുത്തത് 2023 T20 കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? ഖജുരാഹോ എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലേ. അപ്പോൾ കൾച്ചർ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ മദ്യം കഴിച്ചാൽ കൾച്ചർ ഉണ്ടാകില്ല എന്നാലോചിക്കാം. ഖജുരാഹോ എങ്ങനെ ആലോചിക്കാം? മധ്യപ്രദേശിലെ ഒരു മോണുമെൻ്റാണ് അല്ലേ. കൾച്ചറൽ മോണുമെൻറ്റ് എന്നോർക്കുക. ഖജുരാഹോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. 2023 കഴിഞ്ഞ വർഷം ഒരു മലയാള സിനിമ ഇറങ്ങിയിരുന്നല്ലോ, ഖജുരാഹോ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട്. ഖജുരാഹോ കാണാൻ പോകുന്ന ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ. അടുത്ത് നോക്കാം. G20 സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ഷെർപ്പ സമ്മേളനം നടന്നത് ഉദയ്പൂരാണ് അല്ലേ. ഫസ്റ്റ് ഷെർപ്പ സമ്മേളനം നടന്നത് ഉദയ്പൂർ, സെക്കൻഡ് നടന്നത് കുമരകം അല്ലേ. അടുത്തത് 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള രണ്ടാം ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് നമ്മൾ കുമരകം പറഞ്ഞു. മുഖ്യ ചർച്ചാ വിഷയം എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡിജിറ്റൽ വൽക്കരണം. അടുത്തത് G20 മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ വട്ടമേശ സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓർത്തു വയ്ക്കുക. ചീഫ് സയൻസ് അഡ്വൈസേഴ്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്.
ചീഫ് ആണല്ലേ, ചീഫ് മുഖ്യം, അതായത് നമ്മുടെ പ്രധാന സ്ഥലം തന്നെ എവിടെയാണ്, നമ്മുടെ തലസ്ഥാനം ഡൽഹിയിലാണ് മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ വട്ടമേശ സമ്മേളനം നടന്നത്. അടുത്തത് G20 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്ന കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഓർത്തു വയ്ക്കുക, വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്ന കേരളത്തിലെ ജില്ല എറണാകുളം. അപ്പോൾ ഇത്രയുമാണ് 2023 വേദികളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് G20 എന്താണ് G20 എന്ന് നോക്കിയാലോ. അപ്പോൾ G20 സബ്മിറ്റ്, G20 കൂട്ടായ്മ രൂപം കൊണ്ടത് 1999 അതായത് 1999 G20 സ്ഥാപിച്ചത്. അപ്പോൾ G20 ആസ്ഥാനം ഏതാണ്? ആസ്ഥാനമില്ല അല്ലേ, G20 ആസ്ഥാനമില്ല. G20 നേതാക്കളുടെ ആദ്യ ഉച്ചകോടി നടന്നത് അമേരിക്കയിലാണ്. 2008 നവംബറിൽ വാഷിങ്ടണിലെ DC വെച്ചാണ് നടന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. 1999 ധനമന്ത്രിമാർ ആരംഭിച്ച ഗ്രൂപ്പ് ഓഫ് 20 എന്ന് പറയുന്നതാണ് G20. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ 2008 നവംബറിൽ വാഷിങ്ടൺ DC ആദ്യമായി രാഷ്ട്രത്തലവന്മാരുടെ തലത്തിൽ യോഗം ചേർന്നു. ഓർത്തു വയ്ക്കുക, 1999 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഉച്ചകോടി നടന്നത് 2008 അമേരിക്കയിൽ വെച്ച്. G20 ഔദ്യോഗിക ഭാഷകൾ 3 ഫസ്റ്റത്തെ നമുക്കറിയാം ഇംഗ്ലീഷ്, രണ്ടാമത്തെ ഫ്രഞ്ചും, മൂന്നാമത്തെ സ്പാനിഷും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഓർത്ത് വയ്ക്കുക. അടുത്തത് എന്താണ് ഈ G20 എന്ന് പറയുന്നത്? 20 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ 20 മെമ്പേഴ്സിൻ്റെ ഒരു കൂട്ടമാണ്. 20 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെട്ടതാണ് G20. അപ്പോൾ ഏതെല്ലാമാണ് 19 രാജ്യങ്ങൾ? അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, തുർക്കി, UK, USA, പിന്നെ യൂറോപ്യൻ യൂണിയനും ചേർന്നതാണ് G20 എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഇന്ത്യയിൽ വെച്ച് സമ്മിറ്റ് നടന്നപ്പോൾ 21ാമതായി ഒരു മെമ്പർ കൂടി വന്നു. ആരാണ്? ആഫ്രിക്കൻ യൂണിയനാണ് 21ാമത്തെ മെമ്പർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2023 ഇന്ത്യയിൽ വെച്ചാണ് യോഗം നടന്നതെന്ന് പറഞ്ഞു. 2022 നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യ, ഇനി നടക്കാൻ പോകുന്നത് 2024 ബ്രസീലാണ്, 2025 സൗത്ത് ആഫ്രിക്ക. ഓർത്ത് വയ്ക്കുക, അടുത്തത് ബ്രസീലിലും 25 സൗത്ത് ആഫ്രിക്ക. ഓർത്ത് വയ്ക്കാനായിട്ട് 25 5 എന്ന് എഴുതുന്നത് S എന്ന് എഴുതുന്ന പോലെയാണല്ലോ. അപ്പോൾ സൗത്തിലെ എസ്സും 2025 5 ഓർത്ത് വയ്ക്കുക. 2025 സൗത്ത് ആഫ്രിക്ക. അടുത്ത് നോക്കാം. ഇനി നമുക്ക് 2023 സമ്മിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2023 G20 അധ്യക്ഷത വഹിച്ച രാജ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യ. ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇൻ്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ 23 ഉച്ചകോടി എന്ന് പറയുന്നത് 18ാമത് G20 ഉച്ചകോടിയാണ്. 18ാമത് G20 ഉച്ചകോടിയാണ് 2023 ഇന്ത്യയിൽ വെച്ച് നടന്നത്. അപ്പോൾ 2023 ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്താണ്. നമ്മൾ പറഞ്ഞല്ലോ 2023 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. പീയൂഷ് ഗോയലിനെ മാറ്റിയാണ് അമിതാഭ് കാന്തിനെ അതിനു മുൻപ് പീയൂഷ് ഗോയലായിരുന്നു. ഓർത്തു വയ്ക്കുക. ഡൽഹിയിൽ G20 കോൺഫറൻസ് നടന്ന തീയതി 2023 സെപ്റ്റംബർ 9, 10 ദിവസങ്ങളിലാണ്. ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് G20 2023 ലോഗോ ഒന്ന് പരിചയപ്പെടാം. മൊത്തം 4 നിറങ്ങളാണ് ലോഗോയിലുള്ളത്. കുങ്കുമം, വെള്ള, പച്ച, നീല. ഓർത്തു വയ്ക്കാനായിട്ടൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഫ്ലാഗിലുള്ള അതേ നിറങ്ങളാണ് കുങ്കുമം, വെള്ള, പച്ച, ഒപ്പം നമ്മുടെ അശോക ചക്രത്തിലെ നീലയും. കൂടാതെ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര കൂടി ഈ ലോഗോയിൽ നമുക്ക് കാണാം. ലോഗോയ്ക്ക് തൊട്ടു താഴെയായിട്ട് ഭാരത് എന്നെഴുതിയിട്ടുണ്ട്. ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിൽ ഭാരത് എന്നെഴുതിയിട്ടുണ്ട്. 2023 പ്രമേയം എന്താണ്? 2023 തീം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ്. അപ്പോൾ മൊത്തം 60 സിറ്റികളിലായിട്ട് 200 യോഗങ്ങളോളം നടന്നു. അവസാന യോഗം നടന്നത് നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ വെച്ചാണ് 2023 സെപ്റ്റംബർ. അപ്പോൾ ഇന്ത്യയിൽ നടന്ന 2023 G20 ആകെ പങ്കെടുത്ത അതിഥി രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. 9 അതിഥി രാജ്യങ്ങൾ പങ്കെടുത്തു. ഏതെല്ലാമാണ്? ബംഗ്ലാദേശ്, ഈജിപ്ത്, മൗറീഷ്യസ്, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്പെയിൻ,
ഒമാൻ, നൈജീരിയ, UAE. ഓർത്ത് വയ്ക്കുക. ഓർക്കാനായിട്ട് ഈ 9 രാജ്യങ്ങൾക്കുമായിട്ടൊരു കോഡ് തരാം. ഭീമൻസ് സോനു എന്നോർത്ത് വയ്ക്കുക. ഭീമൻസ് സോനു. അപ്പോൾ B എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, E എന്ന് പറയുന്നത് ഈജിപ്ത്, M മൗറീഷ്യസ്, N നെതർലാൻഡ്, S സിംഗപ്പൂർ, S സ്പെയിൻ, O ഒമാൻ, N നൈജീരിയ, U എന്ന് പറയുന്നത് UAE. ഓർത്ത് വയ്ക്കുക. ഭീമൻസ് സോനു. ഓക്കെ അല്ലേ? അടുത്തത് 2023 G20 ഉച്ചകോടിയിൽ സ്ഥിരാംഗത്വം ലഭിച്ചത് നമ്മൾ പറഞ്ഞു ആഫ്രിക്കൻ യൂണിയനാണ്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 55 അംഗരാജ്യങ്ങളടങ്ങുന്ന ഒരു കോണ്ടിനെൻ്റൽ യൂണിയനാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് അറിഞ്ഞിരിക്കുക. ആഫ്രിക്കൻ യൂണിയന് G20 അംഗത്വം ലഭിക്കുന്നതോടെ G20 എന്നുള്ളത് എന്തായി? G21 ആയി അല്ലേ? 19 രാഷ്ട്രങ്ങളും 2 യൂണിയനുകളും, യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും. ഓക്കെ, നമുക്ക് നോക്കാം. 2023 എന്തൊക്കെയായിരുന്നു പ്രധാന വിഷയങ്ങൾ? ആഗോള സമ്പദ് വ്യവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര കൃഷി, നവീകരണം, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യവും ക്ഷേമവും, ഭീകരതാ വിരുദ്ധതയും സുരക്ഷയും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. എന്താണ്? സമ്പത്ത്, പണം എന്ന് ഓർത്ത് വയ്ക്കുക. കാലാവസ്ഥ, ഒപ്പം ഭക്ഷ്യസുരക്ഷ, നവീകരണം, ഡിജിറ്റലൈസേഷൻ, ഹെൽത്ത്, ഒപ്പം സുരക്ഷ. ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇന്ത്യയിൽ വെച്ച് നടന്ന ഈ ഒരു G20 ഉച്ചകോടിയിൽ നടന്ന പ്രധാന കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് എന്താണ്? ആഫ്രിക്കൻ യൂണിയനെ പുതിയ സ്ഥിരാംഗത്വമാക്കി. G20 എന്നുള്ളത് G21 ആയല്ലേ? 19 രാജ്യങ്ങളും ഒരു യൂണിയനും ഉണ്ടായിരുന്നത് 19 രാജ്യങ്ങളും 2 യൂണിയനുമായി. ഓക്കെ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്കായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. നമുക്കിത് ഡീറ്റെയിൽ ആയി പറയാം. അടുത്തത്, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കാൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഡൽഹി പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടു. എന്താണ്? അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കാൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഡൽഹി പ്രഖ്യാപനം. ഓർത്തു വയ്ക്കുക. ഡൽഹി പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ 2023 G20 സമ്മിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ശുദ്ധമായ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലാകാൻ വേണ്ടി G20 ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. എന്താണ്? ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലാകാൻ വേണ്ടി ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. LDC ഡിഗ്രി പ്രിലിംസ് CPO എക്സാമുകൾക്കായിട്ടുള്ള കറണ്ട് അഫെയറും മലയാളം ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഒപ്പം കോഡുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന GK ക്ലാസ്സുകളും ചാനലിൽ അവൈലബിൾ ആണ്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക്